ഇങ്ങനെയുണ്ടെന്നുള്ളൊരു ഷോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹോണ്ടയുടെ ഐ ടെക് എഞ്ചിൻ തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഐ ഒരു ലോക്കുണ്ട്, ഒരു അൺലോക്ക് ഉണ്ട്. ഇത് മെറ്റാലിക് റെഡാണ്. അതിൻ്റെ ഒരു വണ്ടിയൊന്നും വരുന്നില്ല, ലോറി വരുന്നുണ്ട്. അതിന് മുമ്പ് കയറിയേക്കാം. ഓക്കെ, എ സി നമ്മൾ പതുക്കെ കാല് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലോട്ട് ഇട്ടിട്ട് പിടിക്കാൻ പോകുന്നതാ. പിടിച്ചിരുന്നോണേ. ഹായ് ഗൈസ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹോണ്ട അമേസിൻ്റെ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവനെടുത്തിട്ടൊരു 2 മാസമായിട്ടുള്ളൂ. ഞാനിതിവിടെ റിവ്യൂ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം നമ്മൾ വലിയൊരു പാൻഡമിക്കിൽ കൂടെ കടന്നു പോകാം. നമുക്കൊരു ഈ പറഞ്ഞ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടും അങ്ങനെ കാര്യങ്ങളുമൊക്കെ നമ്മൾ ആശ്രയിക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരു ചെറുകാർ എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന നല്ലൊരു പ്രീമിയം കാറായിട്ട് തോന്നിയൊരു കാറാണ് ഈ അമേസ് എന്ന് പറയുന്നത്. നമ്മൾ എസ്പെഷ്യലി ഇവൻ എടുത്തിരിക്കുന്ന ഒരു എസ് എന്ന് പറയുന്നൊരു വേരിയൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിവിടെ ഒരു ചെറിയൊരു റിവ്യൂ, ഒത്തിരി ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇത് പെട്രോൾ എഞ്ചിനാണ്. ഹോണ്ടയുടെ ഫേമസ് ആയിട്ടുള്ള ടെക് ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് വരുന്നത് 1.2 ലിറ്റർ 89 bhp ആണെന്ന് തോന്നുന്നു. 89 bhp, പിന്നെ 110 Nm ടോർക്ക്. ഒത്തിരി പവർ ഫിഗേഴ്സിലോട്ടൊന്നും പോകുന്നില്ല. അത്യാവശ്യം നല്ലൊരു വണ്ടി, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് പോകാൻ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിന് വരുന്നത് സാധാ ഹാലജൻ ബൾബാണ്. പ്രൊജക്ടറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മുടെ ഗ്രില്ല് ക്രോമാണ്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന്. പിന്നെ മിററൊക്കെ ബോഡി കളേർഡാണ്. ഈ ടിൻ്റ് അവൻ എക്സ്ട്രാ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. പിന്നെ ആൻറ്റിന മറ്റേ നമ്മുടെ ഷാർക്ക് ഫിറ്റ് ആൻറ്റിന തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ബാക്ക് ഡീഫോഗർ ഇല്ല. പിന്നെ അമേസിൻ്റെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ ഐ ടെക് നമ്മുടെ എസ് എന്ന് പറയുന്ന വേരിയൻ്റ് തന്നെയാണ് ഈ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ബാക്കിൽ റിവേഴ്സ് സെൻസേഴ്സ് ഉണ്ട്. അത് കമ്പനി ഇൻബിൽട്ട് വരുന്നതാണ് റിവേഴ്സ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം ചോദിച്ച പോലെ മെയിനായിട്ട് നോക്കുന്നത്, അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സെഡാൻ അല്ലെങ്കിൽ ഒരു മിനി സെഡാന് വരുമ്പം അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് നോക്കേണ്ടത്. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം 1-2 പെട്ടികൾ കയറ്റി വയ്ക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൂട്ട് വരുന്നത് 420 ലിറ്ററാണ് നമ്മുടെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ എൻജിനൊന്ന് തുറന്ന് കണ്ടാക്കാം. എല്ലാവരും ചോദിച്ച പോലെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹോണ്ടയുടെ ഐ ടെക് എഞ്ചിൻ തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഐ ടെക്കിൻ്റെ അവരുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 4 സിലിണ്ടർ 1 2 3 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഇതിന് വരുന്നത് 14 ഇഞ്ച് ടയറാണ്. 175 ഇതിൻ്റെ ഈ ഒരു വീതി എന്ന് പറയുന്നത്. അതായത് 14 ഇഞ്ചും 175 ഗ്രിപ്പും വരുന്ന. കുഴപ്പമില്ല, ആ ഒരു പവർ ഫിഗേഴ്സിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ടയർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കമ്പനിയിൽ നിന്ന് വന്നേക്കുന്നത് ബ്രിഡ് സ്റ്റോണിൻ്റെ ടയർ തന്നെയാണ് കമ്പനിയിൽ നിന്ന് വന്നേക്കുന്നത്. ഓക്കെ, ബാക്ക് സീറ്റിൽ ഒന്ന് കയറി ഇരുന്ന് നോക്കാം ബാക്കിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇത്ര ഉണ്ട്. സീറ്റ് അത്രയും കയറ്റിയൊന്നും അല്ല. ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ വിൻഡോ ഈ ഒരു റേഞ്ചിൽ വരും. പവർ ബട്ടൺ വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്. ഇതൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്രോം അല്ല, ഒരു സ്റ്റീൽ ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലെതർ അല്ലെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റാണ്. നമുക്ക് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഓക്കെ, ഇത് അവർ തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി അവർ ഡിസൈൻ ചെയ്ത് തരുമ്പം നമ്മൾ കൊണ്ട് എല്ലാവരും ചെയ്യുന്നു. നമ്മൾ അത്യാവശ്യം ഒരു വലിയ പൈസയൊന്നും ഇല്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അത് ശരിക്കും വണ്ടിയുടെ ഒരു കംഫർട്ട് തന്നെ. അതായത് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയും. ഇത് നല്ല പ്രോപ്പറായിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെ ഇത് ഈ പറയുന്ന പോലെ ഹെഡ് റെസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആ ഒരു കുഷനിങ്ങും ഒക്കെ പ്രോപ്പർ ഡിസൈനിങ്. അപ്പോൾ നമ്മളൊരു സീറ്റ് കവർ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കംഫർട്ട് അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം പോസിബിൾ ആണെങ്കിൽ നിങ്ങൾ സീറ്റ് കവർ യൂസ് ചെയ്യേണ്ട. പറഞ്ഞ കമ്പനി തന്ന പോലെ തന്നെ ഉപയോഗിക്കുക. ഒരു കംഫർട്ടിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു സിറ്റിക്കകത്തിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രീമിയം ഒരു ബാക്ക് സീറ്റ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രോപ്പർ ഫാമിലി കാറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ
ബാക്കിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഓക്കെ അത്യാവശ്യം ഡോറിൻ്റെ ഓപ്പണിംഗ് ഒരു 90 ഡിഗ്രി ഇല്ലെങ്കിലും 90 ഡിഗ്രിയോളം ഇതിന് ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ കയറാൻ കുറച്ചുകൂടി ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. പറഞ്ഞ പോലെ തന്നെ ഡോറ് നല്ല രീതിയിൽ അറൗണ്ട് ഒരു 90 ഡിഗ്രി വരെ ഓപ്പൺ ആവും. അപ്പോൾ കയറാനുള്ളൊരു കംഫർട്ട് നമുക്ക് പോസിബിൾ ആയിരിക്കും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോർ ഇങ്ങനെ തുറക്കുന്നുണ്ട്. ഫ്രണ്ടിലും പവർ വിൻഡോ തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ സീറ്റ് എക്സ്ട്രാ ചെയ്തൊന്നുമല്ല, കമ്പനി ഇൻബിൽട്ടാണ്. ഒരു ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ AC വെൻറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്രോമിൻ്റെ ഒരു ഫിനിഷുണ്ട്. പിന്നെ നല്ലൊരു പിയാനോ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയില്ല, നിങ്ങൾ കാണുന്ന പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സിംഗിൾ ഡിൻ പ്ലെയറാണ് വരുന്നത്. നമുക്ക് AC-യുടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു പ്രീമിയം ഫിനിഷ് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, ഗിയർ നോബ്, ഇവിടെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി ചാർജർ വരുന്നുണ്ട്. ഒരു USB-ക്കുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, 2 AC വെൻറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് വരുന്നത്. ബാക്കിൽ നിങ്ങളുടെ അടുത്തൊരു കാര്യം കാണിക്കാൻ മറന്നുപോയായിരുന്നു. നമുക്ക് ബാക്കിലും ഒരു ചെറിയൊരു പവർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. എത്ര വോൾട്ട്, 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിച്ച പോലെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഒരു ലോക്കുണ്ട്, ഒരു അൺലോക്കുണ്ട്. ഫോൾഡബിൾ കീ അല്ല, സാധാ കീ ആണ്. ഒരു ഹോണ്ടയുടെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇത് മെറ്റാലിക് റെഡാണ്. അതിൻ്റെ ഒരു ഗ്ലേസിങ് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പെയിൻ്റാണ്. ഓക്കെ, നമുക്ക് തുറക്കാം. ഇതാണ് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. 3 സ്പോക്കാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ്, ഡൗണ്, ട്രാക്ക്, നെക്സ്റ്റ്. നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം. ഫോൺ കോൾ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഒന്നും വരുന്നില്ല. ഇവിടെയും പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷ് തന്നെയാണ്. 2 എയർ ബാഗാണ് വണ്ടിയിൽ വരുന്നത്. ഒന്ന് നമ്മുടെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള എയർ ബാഗ് നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെയാണ് വരുന്നത്. മറ്റേ എയർ ബാഗ് രണ്ട് കോ പാസഞ്ചർ എയർ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എയർ ബാഗാണ് വണ്ടിക്കകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നത്. അപ്പം നമുക്ക് കീട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, അല്ല ഇത് കേൾക്കുന്നുണ്ട്. അത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതാണ്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണിത്. സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്യാബിനാണെങ്കിലും അത്യാവശ്യം നല്ല സൈലൻ്റ് ആണിത്. നമ്മുടെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഓക്കെ, കേട്ടിട്ട് അവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല. ഒരു ലോറി വരുന്നുണ്ട്, അതിന് മുമ്പ് കയറിയേക്കാം. ഓക്കെ, AC നമ്മൾ പതുക്കെ ഫാൻ സ്പീഡ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. പതുക്കെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് പതുക്കെയാണ് ആക്സിലേറ്റർ കൊടുത്തത്. നിങ്ങൾക്കറിയാം, വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല പ്രോപ്പറായിട്ട് പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് നോയ്സ് ആണെങ്കിലും നമ്മുടെ എഞ്ചിൻ്റെ നോയ്സ് ആണെങ്കിലും ഒത്തിരി ഒന്നും ക്യാബിനിലേക്ക് കയറാത്ത രീതിയിൽ തന്നെയാണ് കമ്പനി അത് ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം കാറ്റഗറൈസ് ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രീമിയം ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങൾ ഹോണ്ട സിറ്റിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു പതുക്കെയാണ് കാല് കൊടുത്തേക്കുന്നത്. ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല. 2000 RPM താഴെ തന്നെ വണ്ടി നിർത്തിയിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. അത് കാണിച്ചു കൊടുത്തേക്ക്. ഓക്കെ, അതിൻ്റെ അത്ര എക്കോ ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ട്. അത് നമ്മൾ പതുക്കെ അധികം RPM കാര്യങ്ങളൊന്നും കൊടുക്കാതെ പോകുന്നതുകൊണ്ടാണ് ഒരു എക്കോ ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിൽക്കും. 3ലേക്ക് ഇട്ടു. അപ്പോൾ നിങ്ങൾ ഗിയർ മാറുന്നൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. വളരെ സ്മൂത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു ജെർക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ്. നമുക്ക് വേണമെങ്കിൽ AC-യുടെ പവർ നോക്കാം. അത്യാവശ്യം നല്ല കൂളിങ്ങുള്ള AC-യാണ് നമുക്ക് വരുന്നത്. നല്ല കൂളിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഫാൻ്റെ സൗണ്ട് കൂട്ടുന്നില്ല. മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഡിൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. കുഴപ്പമില്ല. അത്യാവശ്യം ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് പാട്ട് കേട്ട് പോകാൻ പറ്റുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് 3 സ്പോക്ക് വീലാണ്. മുമ്പേ പറഞ്ഞ പോലെ 3 സ്പോക്ക് വീലാണ്. ലെതർ ഫിനിഷോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ക്വാളിറ്റി ഉള്ളൊരു വീല് തന്നെയാണ്. നമുക്ക് കയ്യിലൊരു എന്താ പറയുക, ഒരു പ്രൗഡ് നമുക്ക് തോന്നും കയ്യിൽ. ഈ ഒരു വീല് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ വണ്ടി നമ്മുടെ കയ്യിലുള്ള പോലെ. ഇപ്പം നമ്മളൊരു 5th ഗിയറിലാണ്, ഒരു 60-ലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാല് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഇട്ടിട്ട് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മാറി. നല്ല കുളമാണ്. നമ്മളിപ്പോൾ 100-ലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു 80-60 കിലോമീറ്റർ സ്പീഡിലേക്ക് പോയി. എന്നാലും കുഴപ്പമില്ല, വണ്ടി നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാവരും ചോദിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ പതുക്കെ ഒന്ന് ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം. നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിൽ നിന്നാണ് പിടിക്കാൻ പോകുന്നത്. ഇടാ, പിടിച്ചിരുന്നോണേ. ABS EBD ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ. നിങ്ങൾ കണ്ടോ, വണ്ടി ടയറിന് സൈസ് കുറവാണെങ്കിലും അത്യാവശ്യം സ്കിഡും കാര്യങ്ങളൊന്നും ആവാതെ വണ്ടി ഇവിടെ നല്ല പ്രോപ്പറായിട്ട് നിന്നു. നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഹോണ്ട അമേസിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നമുക്കൊരു ട്രിപ്പ് ഓക്കെ വന്നിട്ട് കാണിക്കാം. ഇത് റേഞ്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലോക്ക്, എൻ്റെ അടുത്തൊരു ക്ലോക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ എത്ര കിലോമീറ്റർ മൊത്തം ഓടിയെന്ന്. ഇത് ട്രിപ്പ് എ ആണ്, ട്രിപ്പ് എയുടെ മൈലേജ് ആണ്. ഇത് ട്രിപ്പ് ബി. നമ്മളിപ്പോൾ മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് റീസെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കാണാൻ അനലോഗ് ആയിട്ടുള്ളൊരു സ്പീഡോമീറ്ററും അനലോഗ് ആയിട്ടുള്ളൊരു RPM മീറ്ററുമാണ് നമുക്ക് വരുന്നത്. പിന്നെ മിറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റിങ് മാത്രമല്ല, നമുക്ക് ഫോൾഡിങ്ങും കൂടെ പോസിബിളാണ്. കൊള്ളാം, നല്ല കാര്യം. നമുക്ക് ഒരു പവർ വിൻഡോ വരുന്ന ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ഡൗൺ മാത്രമേ ഉള്ളൂ, അപ്പ് ഓട്ടോമാറ്റിക് അല്ല. ബാക്കി എല്ലാം ഈ ഒരു കണ്ടോ, നിങ്ങൾ ചെറിയൊരു ടിൻറ്റ് ഒട്ടിച്ചപ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു ചൂടിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നറിയാം. ഇത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. ഇത് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പാർക്ക്, ഹെഡ്ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്. ഇത് വരുന്ന വൈപ്പേഴ്സിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഹസാർഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിന് വരുന്ന വോളിയം കൺട്രോൾ, റേഡിയോ ഉണ്ട്, മീഡിയ ഉണ്ട്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സിസ്റ്റമാണ്. AC നമ്മൾ കണ്ട പോലെ തന്നെ. പിന്നെ പവർ ഔട്ട്ലെറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടത് തന്നെയാണ്. ഇതിൻ്റെ സ്പേസ് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഇത് തന്നെയാണ് വരുന്നത്. മിറർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മിറേഴ്സ് ഇല്ല. കോ പാസഞ്ചറിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മിററുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ അപ്പം നിങ്ങൾ ടൈറ്റിൽ കണ്ടതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാറിനെ ബെസ്റ്റ് കാറെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന് ഏതാണ്ട് ഓൺ റോഡ് റേറ്റ് വന്നിരിക്കുന്ന 7.6 lakhs ആണ്. ആ ഒരു പ്രൈസിനുള്ള വാല്യൂ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു അമേസിൻ്റെ ഒരു iVTEC S മോഡലിനുണ്ട്. ഇതിന് മൈലേജ് ഹൈവേയിൽ ഏതാണ്ട് 21 കിലോമീറ്ററോളം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിറ്റി യൂസിന് അറൗണ്ട് ഒരു 16 കിലോമീറ്റർ, ഒരു 16 കിലോമീറ്ററോളം നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വലിയ ഹൈ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും വണ്ടിക്ക് വരുന്നില്ല. നല്ല പ്രോപ്പറായിട്ട് നമുക്ക് സിറ്റിയിലൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ 1-2 എക്സ്റ്റേണൽ ഷോട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഒന്നാമതൊരു റെഡ് കളറും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളി റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു ഹോണ്ട സിറ്റി പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രീമിയം കാർ വന്ന് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ആ ഒരു ഔട്ട്സൈഡ് വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു റെഡ് കളറും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് റോഡിൽ നല്ല തെറിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു അകക്കടെ മീൻസ് കോസ്മെറ്റിക്സിൽ എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീല് മാത്രം ഒരു ഇച്ചിരി കുഞ്ഞായിട്ട്. പക്ഷേ നമ്മുടെ ആ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ, അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ടയറൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പം ഉള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ചെറിയ ടയറാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് റേറ്റ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മാക്സിമം വേഗം തന്നെ ഇനി റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും.